ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു ഇഫ്താർ സ്നാക്കാണ് റെഡിയാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവോളയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, മല്ലിയില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ. അപ്പം വളരെ ഈസിയാണ്. നമ്മൾ ഈ ഒരു ചോപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചോപ്പർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചോപ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ചോപ്പറിലോട്ട് സവോള 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്നങ്ങ് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം ഒന്ന് റെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കറക്കി എടുക്കണം കേട്ടോ. ഇത് മാവും നമ്മൾ ഈ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 4-5 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ തന്നെ നമ്മുടെ മാവ് റെഡി ആവും കേട്ടോ. വളരെ എളുപ്പമാണ് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡി ആവും. അങ്ങനെ നമ്മുടെ മാവിട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈവച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ചോപ്പറിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇതൊരു കുറഞ്ഞ അളവിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലും കൂടുതലായിട്ട് അളവ് വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവ് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു മാവ് ബ്രെഡിൽ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബ്രെഡ് ഇതുപോലെ കോണായിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡ് 4ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രെഡിൽ നിന്ന് തന്നെ നമുക്ക് 4 പീസസ് കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു കോൺ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ ബ്രെഡിലോട്ടും നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് അങ്ങ് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബ്രെഡിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ മാവിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ബ്രെഡിൽ കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് മുക്കിയെടുത്താലും മതി. അപ്പം അതിലേറെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിക്കാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രെഡിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അതിനുശേഷം നമ്മൾ ബ്രെഡ് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്നങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് 2 ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് മതി കേട്ടോ, ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്